ഹലോ, നമുക്കിന്ന് പാരഗ്രാഫ് ടാഗ് നോക്കാം. നമ്മൾ നേരത്തെ ഹെഡിങ് ടാഗ്സ് നോക്കി. മുന്നത്തെ വീഡിയോസ് കാണാതെ ആരും ഈ വീഡിയോ കാണരുത്. എല്ലാവരും മുന്നത്തെ വീഡിയോ കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണാം. ഓക്കെ, നമ്മൾ ഹെഡിങ് ടാഗ്സ് നോക്കി. ഇനി നമുക്ക് ഒരു ഹെഡിങ്ങിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് കണ്ടൻറ്റൊക്കെ എഴുതാനുണ്ടാവില്ലേ, ഒരു പാരഗ്രാഫ് എഴുതാനുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാരഗ്രാഫ് ടാഗ് യൂസ് ചെയ്യാം. പാരഗ്രാഫ് ടാഗ് നമ്മൾ HTML-നകത്ത് P ടാഗ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് P അടിച്ചാൽ മതി. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ എഴുതേണ്ടത് അത് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റെ കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യാണ്. ഐ ആം എ MERN stack developer. ഞാൻ ചുമ്മാ എഴുതാണ്. ഐ എക്സ്പെർട്ടൈസ് ഇൻ ബോത്ത് ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഔട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. സോറി, ഇതാ കണ്ടില്ലേ, ഷഹ്ല ഫെബിൻ, അതിൻ്റെ അടിയിൽ ഒരു പാരഗ്രാഫ് പോലെ ഒരു ലൈൻ. ഐ ആം എ MERN stack developer. ഐ എക്സ്പെർട്ടൈസ് ഇൻ ബോത്ത് ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ്. ഓക്കെ, ഇനി ഇതിനകത്ത് എനിക്ക് ചെറിയൊരു ചേഞ്ചസ് വരുത്താനുണ്ട്. ഐ ആം MERN stack developer. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിൽ മതി എനിക്ക് നെക്സ്റ്റ് സെൻറ്റൻസ് ഐ എക്സ്പെർട്ടൈസ് ഇൻ ബോത്ത് ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് എന്നുള്ള സെൻറ്റൻസ് എനിക്ക് നെക്സ്റ്റ് ലൈനിൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, അതിന് നമുക്ക് BR ടാഗ് ഉണ്ട്, ബ്രേക്ക് ടാഗ്. ഓക്കെ, ആ BR ടാഗ് കൊടുത്താൽ ഇപ്പം എൻ്റെ ഔട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും BR ടാഗിൻ്റെ യൂസേജ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നെക്സ്റ്റ് ലൈനിലേക്ക് പോയി. നമ്മുടെ കോഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരേ ലൈനിലാണ് കിടക്കുന്നത്, പക്ഷേ BR ടാഗ് യൂസ് ചെയ്തുകൊണ്ട് ഐ ആം MERN stack developer അത് കഴിഞ്ഞതിന് ശേഷം ഐ എക്സ്പെർട്ടൈസ് ഇൻ ബോത്ത് ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് അങ്ങനെ വന്നു. ഓക്കെ, താങ്ക് യു.